അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ സെറ്റപ്പുകൾ. കണ്ടോ, കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബോക്സിനകത്തും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സോക്ക് ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാമറ സെറ്റപ്പുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയത് ഗോപ്രോയുടെ ഹീറോ 7 ബ്ലാക്ക് എന്ന ക്യാമറ ആയിരുന്നു. അത് വാങ്ങിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ആക്സറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു വ്ളോഗിങ് അതുപോലെ തന്നെ മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ആക്സറീസ് വാങ്ങേണ്ടി വരും. അത് മാത്രമല്ല, അത് ഫിറ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കാനൊരാളൊന്നും ഉണ്ടില്ലായിരുന്നു. ഇപ്പോൾ ധാരാളം യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. പുതുതായിട്ട് യൂട്യൂബിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഹീറോ 7 ബ്ലാക്ക് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു GoPro ഹീറോ 6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹീറോ 7 ബ്ലാക്ക് നമ്മൾ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആക്സറീസാണ് ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കേസ് നമുക്കിതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് ഒരു 3-way സ്റ്റിക്ക്. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഒരു സ്ഥലത്തൊക്കെ നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഇതിൽ ക്യാമറ ഇവിടെ പിടിപ്പിച്ചിട്ട് കണ്ടോ, ഇവിടെ ക്യാമറ വെക്കും. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇത്. ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 4500-5000 രൂപേൻ്റെ ഉള്ളിൽ വരും. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ചാർജ് ചെയ്യാനുള്ളൊരു കണക്ടർ. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള കണ്ടോ, നമ്മുടെ ഈ ഹെൽമെറ്റിൽ വെച്ചിട്ടുള്ള 2 മൗണ്ടുകളും. പിന്നെ ഇതിൻ്റെ കൂടെ 1-2 ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള 2-3 സ്ക്രൂകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ക്യാമറ വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഹീറോ 8 ആയാലും 7 ആയാലും 6 ആയാലും ഏത് ക്യാമറ ആയാലും നമ്മൾ ഔട്ട്ഡോറിന് യൂസ് ചെയ്യുമ്പോൾ വേറെ സൗണ്ടുകൾ കടന്നു വരും. അപ്പോൾ അതിന് മൈക്ക് നിർബന്ധമാണ്. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. പക്ഷേ നമുക്ക് മൈക്ക് നേരിട്ട് അതിൽ കുത്താൻ പറ്റില്ല. അപ്പോൾ അതിനൊരു അഡാപ്റ്റർ വേണം. ഈ അഡാപ്റ്റർ നമ്മൾ പിന്നെ വാങ്ങിച്ചു. അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൈക്ക് അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച സാധനമാണ്. ഞാനിപ്പോൾ അത് അഡാപ്റ്റർ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, മൈക്ക് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച സാധനമാണ്. കണ്ടോ, ഈ ഒരു അഡാപ്റ്റർ. ഈ അഡാപ്റ്ററിന് 4800 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നല്ല വിലയുണ്ട്. ഇത്ര പോകുന്ന സാധനമാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വ്ളോഗ് ചെയ്യാനാണെങ്കിൽ എന്തായാലും നമുക്ക് ഇത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു അഡാപ്റ്റർ നമ്മൾ വാങ്ങിച്ചു. ഈ അഡാപ്റ്റർ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ അഡാപ്റ്ററിലോട്ട് മൈക്ക് കണക്ട് ചെയ്യാൻ. കണ്ടോ, മൈക്കിനുള്ളൊരു പോർട്ടുണ്ട്. ഇതിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ മാത്രമല്ല, നമ്മൾ ഹീറോ 7 ബ്ലാക്കാണ്. അതിന് നമ്മൾ മൈക്ക് അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു പോർട്ടുണ്ട്. അവിടുന്ന് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയെടുത്തിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. അത് നമ്മൾ ഊരി വെച്ചിട്ടാണ്. എന്നിട്ട് കണ്ടോ, ഈ അഡാപ്റ്റർ ഇതിൽ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഈ മൈക്ക് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഒരു മൈക്ക് അഡാപ്റ്റർ കാണിച്ചു തന്നില്ലേ, അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു കേസ് ഉണ്ടല്ലോ, അവർ തന്ന കേസിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം കേസ് ഇവിടെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് നമ്മൾ ഹെൽമെറ്റിൽ വെക്കുകയാണെങ്കിലും എങ്ങനെ വെക്കുകയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച സാധനമാണ് കണ്ടോ ഇത്, ഈ ഒരു കേസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിന് ഇവിടെ ഒരു അഡാപ്റ്റർ വെക്കാനുള്ള സംവിധാനമുണ്ട്. ഈ അഡാപ്റ്റർ നമുക്ക് ശരിക്ക് ഇതിവിടെ വെക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മോട്ടോ വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു കേസ് നിർബന്ധമാണ്. കാരണം ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. ഇതെന്തായാലും വാങ്ങിക്കേണ്ടി വരും. ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് ക്യാമറ വെക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ മുകളിലൊരു ഭാഗമുണ്ട്. ഈ ഭാഗം നിങ്ങൾ താഴോട്ട് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ ക്യാമറ വെക്കാം. പക്ഷേ ഈ ക്യാമറ വെക്കുമ്പോൾ നമുക്ക് മൈക്ക് അഡാപ്റ്റർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കണം. ഈ ഒരു ഭാഗം ഒഴിവാക്കിയാലേ നമുക്ക് അഡാപ്റ്റർ വെക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ 6-ൽ നമുക്കിത് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ 7 വന്നപ്പോഴത്തേക്കും നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ
ഇങ്ങനെ ഇറക്കി വെക്കാം. ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വെക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെയായി. ഇനി നമുക്ക് ഈ ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ കണ്ടോ, ഈ അഡാപ്റ്റർ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറ്റണം. കണ്ടോ, കറക്റ്റ് ഗോപ്രോയുടെ അഡാപ്റ്റർ നിൽക്കും. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമുക്ക് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഈ ഭാഗത്ത് ഇനി നമ്മൾ മൈക്കിന് അഡാപ്റ്റർ ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൈക്ക് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ ഗോപ്രോയിൽ സെറ്റ് ചെയ്യുന്ന രീതി. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു കേസാണ് ഇത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഗോപ്രോ വാട്ടർ പ്രൂഫാണ്. പക്ഷേ നമ്മൾ ഹെൽമെറ്റിലേക്ക് ക്യാമറ വെച്ച് പോകുന്ന സമയത്ത് മഴ ഇങ്ങോട്ട് നല്ല അടിച്ച് ക്യാമറയുടെ ഉള്ളിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മഴയത്തും ക്യാമറ ഹെൽമെറ്റിൽ വെച്ച് പോകാൻ പറ്റും. പക്ഷേ മോട്ടോ വ്ലോഗ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് കുറച്ച് വർക്ക് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ അഡാപ്റ്ററൊക്കെ വെക്കുന്ന സമയത്ത് കണ്ടോ, മൈക്ക് അഡാപ്റ്റർ വെക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് ഇവിടെ വെള്ളം വരാതെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു റബ്ബറിൻ്റെ കേസ്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ക്യാമറയൊക്കെ നമ്മൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് ക്യാമറയിൽ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാഗിലോ അവിടെ എവിടെയെങ്കിലും വെക്കുന്ന സമയത്തൊക്കെ ഇതിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റബ്ബറിൻ്റെ ഒരു കേസ് വാങ്ങിച്ച്. ഇപ്പോൾ നമ്മൾ മൈക്ക് അഡാപ്റ്ററും കേസുകളൊക്കെ വാങ്ങിച്ചു. പക്ഷേ മൈക്ക് അഡാപ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാലും നല്ല മൈക്ക് നിർബന്ധമാണ്. അപ്പോൾ പല പല ബ്രാൻഡ് മൈക്കുകളും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച മൈക്കാണ് കണ്ടോ, ഈ ബോയയുടെ മൈക്ക്. ഇതാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ടോ, ഔട്ട്ഡോറിലൊക്കെ നമ്മൾ നിന്ന് കുറച്ച് ലോങ് ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കാൻ പറ്റും. ഏത് ഇതിലാണെങ്കിലും നല്ല സൗണ്ടോട് കൂടി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടോ വ്ലോഗിങ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒറ്റൊരു മൈക്കാണ്, ഇത്രയും വലിയൊരു മൈക്കാണ്, നല്ല നീളമുള്ള മൈക്കാണ്. പക്ഷേ ഇതിന് അഡാപ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാരണം നമ്മളിപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ മടക്കി വെക്കേണ്ടി വരും. ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തലയിൽ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഇതിന് പകരം വേറെ മൈക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇനി ആ മൈക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച മൈക്ക് കേട്ടോ, ബോയ കണ്ടോ, ബോയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വാങ്ങിച്ച മൈക്കാണ് റോഡ്. കണ്ടോ, റോഡിൻ്റെ മൈക്കാണ്. ഈ റോഡിൻ്റെ മൈക്കായപ്പോഴത്തേക്ക് നമുക്ക് മോട്ടോ വ്ലോഗിങ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായി മാറി. കാരണം ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ, ഒരു അഡാപ്റ്റർ, പിന്നെ അതുപോലെ തന്നെ ഒരു മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോട്ടോ വ്ലോഗിങ്ങിന് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. ഈ അഡാപ്റ്ററും ഇത്ര വലുപ്പമുള്ളൊരു മൈക്കേ ഉള്ളൂ. ഈ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററിൽ നേരിട്ടത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ നമ്മുടെ മൈക്ക് അഡാപ്റ്റർ കൊടുക്കുക. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നീളമേ ഉള്ളൂ. ഇത് ഹെൽമെറ്റിനുള്ളിൽ ശരിക്കും വെക്കാൻ പറ്റും. ഇത് അടിപൊളി സംഭവമാണ്. പിന്നെ ഇനി നമുക്കിതിന് എക്സ്റ്റൻഷൻ വയറായിട്ട് വേറെയും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കണ്ടോ, ഈ ഒരു വയർ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതും നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമുക്ക് റോഡ് ഇടയ്ക്കൊരു പണി വന്നു. ചെറിയ അഡാപ്റ്ററിന് ചെറിയ പ്രശ്നങ്ങൾ. ചില സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കിട്ടൂല. ചില സമയത്ത് ചെറിയ സൗണ്ടുകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതിന് ഒരു ബദലായിട്ട് ഒരു മൈക്ക് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു അർജൻറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അതിന് കാരണം ചെറിയൊരു മൈക്കും കൂടെ വാങ്ങിച്ചു. അതാണ് ഇത് മാനോ. ഇപ്പോൾ അതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ മൈക്കൊന്ന് കാണിച്ചു കൊടുത്താൽ, ഇതും വലിയ വലുപ്പമൊന്നുമില്ല. ഇതും മോട്ടോ വ്ലോഗിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ റോഡിൻ്റെ മൈക്ക്, ആ മൈക്കിൻ്റെ ഏകദേശം അങ്ങനെ തന്നെ ഉള്ളൂ. അപ്പോൾ അതും മോട്ടോ വ്ലോഗിന് പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ മാനോ എന്ന് പറഞ്ഞ മൈക്ക് വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറ കൂടെ വന്നിരുന്ന 2 മൗണ്ടുകൾ ഫിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ജെ ഹുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ കേസ് വെച്ചിട്ടുള്ള ക്യാമറ ഫിറ്റ് ചെയ്യുക.
അപ്പോൾ ഇത് വെക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് റോഡ് വ്യൂ കിട്ടും. പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മോട്ടോ വ്ലോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് മൈക്ക് വേണ്ടി വരും. അപ്പോൾ മൈക്ക് അഡാപ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസ് വെക്കണം. ഈ ഒരു കേസ് വെക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് റോഡ് വ്യൂ കിട്ടില്ല. കണ്ടോ, അത് കുറച്ച് ഉയരം കൂടുമ്പോൾ റോഡ് വ്യൂ കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഒരു സംഭവം. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും പർച്ചേസ് ലിങ്കോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം നമുക്ക് റോഡ് വ്യൂ നന്നായിട്ട് കിട്ടും. നമുക്ക് ഏത് ആംഗിളും വെക്കാൻ പറ്റും, താഴോട്ട് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വരുന്നത് ഇപ്പോൾ കണ്ടോ, ആദ്യം ഇത് വെക്കുക. ഇതൊക്കെ അഴിച്ച് നമുക്ക് ഏത് വലുപ്പത്തിലും ഫിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമുക്ക് ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് വ്യൂ അടിപൊളിയായിട്ട് കിട്ടും. മാത്രമല്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. മറ്റേത് നമുക്ക് സ്ക്രീന് കാണാൻ പറ്റില്ല, ഇതിൻ്റെ ക്യാമറയുടെ സ്ക്രീന് കാണാൻ പറ്റില്ല. ഇത് ഈ താഴെ ഭാഗത്തായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്ക്രീനിൽ എന്താണോ നടക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഒട്ടും റോഡിലേക്കുള്ള കാഴ്ച ഒട്ടും തടയുമില്ല. അപ്പോൾ നല്ലൊരു കാര്യമായി ഇത്. കണ്ടോ, ഇതിങ്ങനെ നിൽക്കും. ഈ ക്യാമറ കണ്ടോ, ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് നമുക്ക് മോട്ടോ വ്ലോഗിങ് ഒന്നും കൂടെ സെറ്റപ്പായി. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ചെറിയ മൗണ്ടുകളൊക്കെ വാങ്ങിച്ചു. കണ്ടോ, ഹുക്കുകൾ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ കൂടെ 2 മൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനെൻ്റെ ഡോമിനാറിൻ്റെ ഫ്രണ്ടിൽ വിൻഷീൽഡിൻ്റെ ഉള്ളിൽ ഒരു മൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം നമുക്ക് ബാക്കിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ആ ഭാഗങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഇത് ചെറിയൊരു കർവ്ഡാണ്, അതുപോലെ തന്നെ ഇത് പ്ലെയിനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ സെറ്റപ്പുകൾ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത് പുതുതായിട്ട് വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.